എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് സേവനാവകാശ നിയമം, ലോക്പാല്, ലോകായുക്ത, ഇത്രയും മേഖല ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല, മീൻസ് പൊതുഭരണം എന്ന് പറയുന്ന ഭാഗത്ത് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള സേവനാവകാശ നിയമവും ലോക്പാലും ലോകായുക്തയുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതേ സേവനാവകാശ നിയമം നമുക്ക് എവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്? കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സേവനാവകാശ നിയമത്തെ പറ്റി പഠിക്കുന്നതാണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് കേരള സേവനാവകാശ നിയമമാണ്. അപ്പൊ അതിനകത്തെ സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പൊതുഭരണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ നോക്കുന്നു സേവനാവകാശ നിയമം. ഈ മേഖലകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? ഈ ടോപ്പിക്ക് തീർത്തേക്കണം. അപ്പൊ സേവനാവകാശ നിയമം എന്താണ്? സേവനാവകാശ നിയമം നമുക്ക് ആ ഒരു നിയമത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി എന്താണ്? സേവനം ലഭിക്കുന്നതിനുള്ള അവകാശത്തെ സംരക്ഷിക്കുക, അല്ലെ? ആര് നൽകുന്ന സേവനങ്ങൾ? സർക്കാർ നൽകുന്ന സേവനങ്ങൾ കൃത്യമായി ഉറപ്പാക്കാൻ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണെന്ന് പറയുന്നത് സേവനാവകാശ നിയമം. അത് നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് എന്ന് പറയുന്നത് സേവനാവകാശ നിയമം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇടയിൽ നോക്കണേ, ഓരോ സർക്കാർ ഓഫീസും നൽകേണ്ട സേവനങ്ങൾ, അതുപോലെ തന്നെ അത് എത്ര കാലാവധിക്കുള്ളിൽ നൽകണം എന്ന കാര്യം എന്ത് ചെയ്യുകയാണ്? ഈ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യുകയാണ്? ഇപ്പൊ നിലവിൽ നമ്മൾ അക്ഷയയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സേവനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. അതിന് റൈറ്റ് സൈഡിൽ ഒരു കോളം ഉണ്ടാകും. അപേക്ഷ നൽകി എത്ര ദിവസത്തിനുള്ളിലാണ് ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ സേവനം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പം അത് ഏതനുസരിച്ചാണ് നമുക്ക് കിട്ടുക? സേവനാവകാശ നിയമം. അപ്പൊ നോക്കണേ, അത്തരത്തിൽ സർക്കാർ നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നമുക്ക് ലഭിക്കും എന്ന് എന്ത് ചെയ്യുകയാണ്? ഈ നിയമത്തിൽ അനുശാസിക്കുകയാണ്. ഇനി നോക്കണേ, ഓരോ സർക്കാർ വകുപ്പും അവർ നൽകുന്ന സേവനങ്ങൾ നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, അതുപോലെ രണ്ടാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യണം എന്നുള്ളതും എവിടെ പറയുന്നുണ്ട്? നമ്മുടെ സേവനാവകാശ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. എന്താണ് സേവനാവകാശ നിയമം? സേവനാവകാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ്. ഓരോ ഓഫീസും നൽകേണ്ട സേവനങ്ങൾ, അതുപോലെ തന്നെ എത്ര കാലപരിധിക്കുള്ളിൽ അത് നൽകണം എന്നൊക്കെ സേവനാവകാശ നിയമത്തിൽ പറയുന്നു. അതുപോലെ ഓരോ വകുപ്പും അവർ നൽകുന്ന സേവനങ്ങൾ, അതുപോലെ ആ സേവനം നൽകാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതുപോലെ ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിരിക്കണമെന്ന് എവിടെ പറയുകയാണ്? സേവനാവകാശ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തോണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത സമയത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം എന്ന വ്യവസ്ഥ എവിടെയുണ്ട്? ഈ പ്രസ്തുത നിയമത്തിലുണ്ട്. ഓർത്തോണേ. അപ്പൊ സേവനാവകാശ നിയമത്തിൽ എന്തു പറയുകയാണ്? ഏതെങ്കിലും ഒരു സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ പൗരന് നൽകിയില്ലെങ്കിൽ ആ സേവനം നൽകേണ്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ത് നൽകണം? പിഴയൊടുക്കണം എന്നുള്ള കാര്യം എവിടെ പറയുകയാണ്? നമ്മുടെ സേവനാവകാശ നിയമത്തിൽ പറയുകയാണ്. എടേ നോക്ക്, അടുത്ത പറയുന്ന ഈ ഒരു കണ്ടന്റ് ആണ് പ്രീവിയസ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. സേവനം നൽകുന്നതിൽ ഉദ്യോഗസ്ഥൻ കാലതാമസം വരുത്തുകയാണെങ്കിൽ സേവനം വൈകിക്കുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതം പിഴ കൊടുക്കണം. എങ്ങനെ? സേവനം നൽകുന്നതിൽ ഉദ്യോഗസ്ഥൻ കാലതാമസം വരുത്തിയാൽ സേവനം വൈകിക്കുന്ന ഓരോ ദിവസത്തിനും 250 രൂപ എന്ന നിരക്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പിഴ നൽകേണ്ടതായിട്ട് ഉണ്ട്. അത് നമുക്ക് പരമാവധി എത്ര? അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പം ഓരോ ദിവസത്തിനും 250, അങ്ങനെ പരമാവധി എത്ര വരെ പറ്റും? 5000 വരെ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കണേ. യുക്തിസഹവുമായി അല്ലെങ്കിൽ കാരണവുമില്ലാതെ സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയ
രണ്ടാം അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെട്ടാൽ 500 രൂപ മുതൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാം അപ്പീൽ അധികാരിയിലേക്ക് പോയാൽ 500 രൂപ മുതൽ 5000 രൂപ വരെ പിഴ ചുമത്താം. ഒന്നുമില്ല. അപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഉദ്യോഗസ്ഥനിലേക്ക് സേവനം ആവശ്യപ്പെടുന്നു. അദ്ദേഹം എന്ത് നൽകിയാൽ സേവനം നൽകാത്തൊരു സാഹചര്യത്തിൽ 250 മുതൽ 5000 വരെ. ഇനി രണ്ടാം അപ്പീൽ അധികാരിക്ക് നമ്മൾ അപ്പീൽ കൊടുക്കുന്നു. അവിടെ അദ്ദേഹത്തിന് ഇത് ബോധ്യപ്പെട്ടാൽ 500 രൂപ മുതൽ 5000 രൂപ വരെ എന്ത് ചെയ്യാവുന്നതാണ്, പിഴ ഈടാക്കാവുന്നതാണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് സേവനാവകാശ നിയമം എന്ന് പറഞ്ഞു അല്ലെ? വീണ്ടും നമ്മൾ പറഞ്ഞത് സേവന അവകാശ നിയമത്തിൽ അനുശാസിക്കുന്ന 1-2 പോയിന്റുകൾ പറഞ്ഞു. അതുപോലെ പിഴയെ പറ്റി സംസാരിച്ചു. ഓർത്തോണം, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയാൽ 280 മുതൽ 5000 വരെ. ഇനി അത് രണ്ടാം അപ്പീൽ അധികാരികൾ എത്തുകയും രണ്ടാം അപ്പീൽ അധികാരിക്ക് ഇത് ബോധ്യപ്പെട്ടാൽ 500 രൂപ മുതൽ 5000 രൂപ വരെ പിഴ ചുമത്താവുന്നതാണ്. ഇനി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് 2010 ഓഗസ്റ്റിലാണ്. 2010 ഓഗസ്റ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം സേവനാവകാശ നിയമം എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. ഏതാണ് സംസ്ഥാനം? മധ്യപ്രദേശാണ്. എന്നായിരുന്നു 2010 ഓഗസ്റ്റിലാണ്. ഓക്കെയാണ്, സെറ്റാണ്. അടുത്ത നോക്കണേ, മധ്യപ്രദേശിലെ സേവനാവകാശ നിയമം അറിയപ്പെടുന്ന പേരെന്താണ്? മധ്യപ്രദേശ് ലോക് സേവോൻ കെ പ്രധാൻ കി ഗ്യാരണ്ടി അധിനിയം. മധ്യപ്രദേശ് ലോക് സേവോൻ കെ പ്രധാൻ കി ഗ്യാരണ്ടി അധിനിയം എന്നാണ് മധ്യപ്രദേശിലെ സേവനാവകാശ നിയമം അറിയപ്പെടുന്നത്. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. അപ്പൊ ഒന്നാമത്തെ സംസ്ഥാനം മധ്യപ്രദേശും രണ്ടാമത്തെ സംസ്ഥാനം ഏതുമാണ്? ബീഹാറുമാണ്. ഓക്കെയാണോ? ഇനി നമ്മൾ പോകുന്നത് കേരളം. 2011 ജൂലൈയിലാണ് നമ്മുടെ ബീഹാറിൽ അത് പാസ്സാക്കിയത്. അടുത്ത ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 1-നാണ്. 2012 നവംബർ 1-ാം തീയതിയാണ്. ആ ഡേറ്റ് ഓർത്ത് വെച്ചോണം. ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ആണെന്ന് ഓർത്തോണം. രണ്ടാം സംസ്ഥാനം ബീഹാറാണ്. അവിടെയൊക്കെ നിങ്ങൾ വർഷമൊക്കെ പഠിച്ചില്ലെങ്കിൽ പോലും കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-ാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ഇനി സേവനാവകാശ നിയമം ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. 1, പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ക്ലിയർ ആണ്, കാണാൻ പഠിക്കേണ്ട ഒരാവശ്യമില്ല. ഒറ്റ തവണ ഞങ്ങൾ വായിച്ചു വിട്ടാൽ മതി. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. 2, ഓരോ സർക്കാർ സേവനങ്ങൾക്കും സമയപരിധി എന്ത് ചെയ്യുക, നിർണയിക്കുക. അപ്പൊ ആ സേവനം കിട്ടുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ എന്ത് വരും, കൃത്യത വരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സേവനം ആവശ്യപ്പെടുന്നു, ആ സേവനം 15 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായടെ, ആ ഉദ്യോഗസ്ഥൻ എന്തായി, റെസ്പോൺസിബിലിറ്റി ആയി. അതല്ലാതെ കൃത്യമായ ഒരു സമയം പറയാതിരുന്നാൽ അദ്ദേഹത്തിന് എത്ര വേണോ കാലതാമസം വരുത്താൻ പറ്റും അല്ലെ? ഇവിടെ മാക്സിമം അദ്ദേഹത്തിന് എത്രയേ പറ്റുള്ളൂ, 15 ദിവസമേ പറ്റൂ. അപ്പൊ അവിടെ ഓർത്തു വെച്ചോണം, ഓരോ സർക്കാർ സേവനത്തിനും സമയപരിധി നിർണയിക്കുക എന്നുള്ളത് എന്തിന്റെ ലക്ഷ്യമാണ്? നമ്മുടെ സേവനാവകാശ നിയമത്തിന്റെ ലക്ഷ്യമാണ്. ഇനി സേവനം സമയബന്ധിതമായി ജനങ്ങൾക്ക് നൽകുക. സേവനങ്ങൾ സമയബന്ധിതമായി ജനങ്ങൾക്ക് നൽകുക. ഓക്കെ, സേവനങ്ങൾ സമയബന്ധിതമായി എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് നൽകുക. ഓക്കെ ആണല്ലോ, കിട്ടും. അടുത്ത വാണിജ്യ വ്യാപാര സേവനങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത് ഓർത്തു വെച്ചോടെ, നമുക്ക് ബാക്കി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു പോയിന്റ് പഠിച്ചേ, വാണിജ്യ വ്യാപാര സേവനങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് എന്തിന്റെ ഒരു ലക്ഷ്യമാണ്? സേവനാവകാശ നിയമത്തിന്റെ ലക്ഷ്യമാണ്. അടുത്ത പോയിന്റ്, നിർധനർക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കുമുള്ള സേവനങ്ങൾക്ക് മുൻഗണന നൽകുക എന്നത് എന്തിന്റെ ലക്ഷ്യമാണ്? സേവനാവകാശ നിയമത്തിന്റെ ലക്ഷ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ആയി വന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 പോയിന്റുകളും അതിനകത്ത് വരും. തന്നിരിക്കുന്നവയിൽ സേവനാവകാശ നിയമത്തിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളേവ എന്ന രീതിയിൽ വന്നാൽ ഈ 2 പോയിന്റ് ചോദ്യകർത്താവ് ഉറപ്പായിട്ട് വിടും. കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗസ് അടിക്കാൻ പറ്റത്തില്ല. ഇത് പഠിച്ചാലെല്ലാം നമുക്ക് കിട്ടുള്ള വാണിജ്യ വ്യാപാര സേവനങ്ങൾ ഉറപ്പാക്കുക. അടുത്ത എന്താണ്? ഇവിടെ നമുക്ക് നിർധനർക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കും സേവനങ്ങൾ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും സേവനാവകാശ നിയമത്തിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഇവിടുത്തെ ഈ പോയിന്റ് ആണ്, അതായത്
മുൻഗണന നൽകുന്നു. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇനി സേവനാവകാശ നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ, അല്ലെങ്കിൽ നിർധനർക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കും എന്തോന്നാണ് ഈ പറഞ്ഞ മുൻഗണന നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് വരും. ഉറപ്പിച്ചോ, നിർധനർക്കും അധസ്ഥിത വിഭാഗങ്ങൾക്കുമുള്ള സേവനങ്ങൾക്ക് മുൻഗണന നൽകുക എന്നത് ആരുടെ ലക്ഷ്യമാണ്? സേവനാവകാശ നിയമത്തിന്റെ ലക്ഷ്യമാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. സേവനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സർക്കാർ സേവനങ്ങൾ. കുറച്ച് ഞാൻ ലിസ്റ്റ് തരുന്നതേ ഉള്ളൂ, കുറെ കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്നതാണ്. നോക്കണേ, ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ നമുക്ക് സേവനാവകാശ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആവശ്യപ്പെടാവുന്നതാണ്. ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ജനന സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകൾക്ക് ഫ്രണ്ടിൽ ഇത്തരത്തിൽ എന്തുണ്ടാവും? ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇവിടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? വില്ലേജ് ഓഫീസ് വരുമാന സർട്ടിഫിക്കറ്റ്. അതുപോലെ എന്താണ്? വാസസ്ഥല സർട്ടിഫിക്കറ്റ്, മീൻസ് നേറ്റിവിറ്റി അല്ലെ, വാസസ്ഥല സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, വീടുകൾക്കും കടകൾക്കുമുള്ള വൈദ്യുതി കണക്ഷൻ, വീടുകൾക്കുള്ള ജല വിതരണ കണക്ഷൻ, അതുപോലെ റേഷൻ കാർഡ് നൽകൽ, മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണ്? പോലീസ് സ്റ്റേഷൻ നൽകുന്ന പരാതിക്ക് രസീത്, അതുപോലെ തന്നെ FIR പകർപ്പ് നൽകൽ, ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ, സമയബന്ധിതമായ പാസ്പോർട്ട് വെരിഫിക്കേഷൻ, സമയബന്ധിതമായ ജോലി വെരിഫിക്കേഷൻ ഒക്കെ ഏതിനകത്ത് വരുന്നതാണ്? സേവനാവകാശ നിയമത്തിന്റെ പട്ടികയിൽ വരുന്നതാണ്. ജസ്റ്റ് ഇത് സിമ്പിൾ സാധനമാണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുള്ളല്ലേ? വരുമാന സർട്ടിഫിക്കറ്റ്, EWCR ഒക്കെ പോയതല്ലേ? വരുമാന സർട്ടിഫിക്കറ്റ്, വാസസ്ഥല സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വീടുകൾക്കും കടകൾക്കുമുള്ള വൈദ്യുതി കണക്ഷൻ, വീടുകൾക്കുള്ള ജലവിതരണ കണക്ഷൻ, റേഷൻ കാർഡ് നൽകൽ, അതുപോലെ പോലീസ് സ്റ്റേഷൻ നൽകുന്ന പരാതിക്ക് രസീത്, FIRന്റെ പകർപ്പ് അല്ലെ, ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ, സമയബന്ധിതമായ പാസ്പോർട്ട് വെരിഫിക്കേഷൻ, സമയബന്ധിതമായ ജോലി വെരിഫിക്കേഷൻ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്? നമ്മുടെ സേവനാവകാശ നിയമത്തിന്റെ പട്ടികയിൽ പെടുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സേവനാവകാശ നിയമമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. അത് നമ്മൾ നേരെ പോവുകയാണ്, സമയം കളയുന്നില്ല. ലോക്പാൽ, ലോകായുക്ത, ലോക്പാൽ, ലോകായുക്ത. അതിലാദ്യം നമ്മൾ എന്താണ് ലോക്പാൽ നോക്കുന്നു. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ഏത്? ലോക്പാൽ. ലോക്പാൽ. അടുത്ത് നോക്കണേ, ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2014 ജനുവരി 16. 2014 ജനുവരി 16 ലോക്പാൽ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത്. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവരുത്, ഞാൻ പറഞ്ഞപ്പോഴേ മേളിൽ ഞാൻ പറഞ്ഞില്ലേ സേവനാവകാശ നിയമത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ സേവനാവകാശ നിയമം ആദ്യം പാസ്സാക്കിയ സംസ്ഥാനവും രണ്ടാമത് പാസ്സാക്കിയ സംസ്ഥാനവും കേരളം പാസ്സാക്കിയതൊക്കെ ഞാൻ പറഞ്ഞു. കേരളം എന്നാ പാസ്സാക്കിയ? പറയട്ടെ, എന്നാ കേരളം പാസ്സാക്കിയ? 2012 നവംബർ 1. 2012 വർഷം നമ്മൾ അങ്ങ് പഠിച്ചോണം. നവംബർ 1 കേരളപ്പിറവിയല്ലേ? ജസ്റ്റ് ഓർത്ത് വെക്കാം, കേരളത്തിന്റെ ഡേറ്റ് ആണ് 2012. പക്ഷെ ഞാൻ അവിടെ നിങ്ങളോട് എന്താണ് പാർലമെന്റ് പാസ്സാക്കിയ എന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചോണം, പാർലമെന്റിൽ ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടുള്ള ഒരു നിയമം പാസ്സായിട്ടില്ല കേട്ടോ. സേവനാവകാശ നിയമം എന്നൊരു നിയമം എവിടെ വന്നിട്ടില്ല? പാർലമെന്റിൽ എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്, അടുത്ത് നോക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2014 ജനുവരി 16. ഇനി എന്താണ് ലോകായുക്ത? ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ലോക്പാൽ മീൻസ് എന്താണ്? ദേശീയ തലത്തിൽ. ദേശീയ തലത്തിലാണെങ്കിൽ അത് ലോക്പാൽ. അത് നേരെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ എന്തായി മാറി? ലോകായുക്തയായി മാറി. അപ്പൊ എന്താണ് ലോക്പാൽ, എന്താണ് ലോകായുക്ത? രണ്ടും അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയ സ്ഥാപനങ്ങളാണ്. അത് ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാൽ, സംസ്ഥാന തലത്തിലാണെങ്കിൽ എന്തായിടയത്? ലോകായുക്തയായി. എന്തായി മാറി? ലോകായുക്തയായി മാറി. ക്ലിയർ അല്ലേ? ഇനി ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം ചിലപ്പോൾ ഇതൊക്കെ എന്തായി വരും? ഒരു സ്റ്റേറ്റ്മെന്റ് ആയി വരും. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം ജന സംരക്ഷകൻ എന്നാണ്. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനസംരക്ഷകൻ എന്നാണ്. അടുത്ത പോയിന്റ് പഠിക്കണം. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? LM
സിംഗ്വിയാണ്. LM സിംഗ്വി. 1963 എന്ന് പറയുന്ന വർഷം കൂടെ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചോണം. അപ്പൊ ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് LM സിംഗ്വിയാണ്. ലോക്പാൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജനസംരക്ഷകൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം കൊണ്ട സ്ഥാപനമാണ് ഇത് ലോക്പാൽ. LM സിംഗ്വി ആ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വർഷം 1963. അടുത്തത് മൊറാർജി ദേശായി ചെയർമാനായി 1966 നിയമിക്കപ്പെട്ട ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ പരാതി പരിഹാരത്തിനായി കേന്ദ്ര തലത്തിൽ ലോക്പാൽ എന്നും സംസ്ഥാന തലത്തിൽ ലോകായുക്ത എന്നും പേരിലുള്ള സ്ഥാപനങ്ങൾ വേണമെന്ന് എന്ത് ചെയ്യാണ്? ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. മനസ്സിലായി? ഇവിടെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. എന്തെന്നാണ്? 1966 മൊറാർജി ദേശായി ചെയർമാനായ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ഇവിടെ ലോക്പാൽ വേണമെന്ന് അല്ലെങ്കിൽ ലോകായുക്ത വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം. അതായത് ഇത്തരത്തിലൊരു ഹനുമന്തയ്യയുടെ ചെയർമാൻഷിപ്പിലുള്ളൊരു കമ്മിറ്റിയും ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ വന്നിരുന്നോട്ടെ. ഹനുമന്തയ്യ കേട്ടോ. ഇവിടെ മൊറാർജി ദേശായി നിങ്ങൾ പഠിക്കുക. മൊറാർജി ദേശായി ചെയർമാനായി 1966 നിയമിക്കപ്പെട്ട ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ഇന്ത്യയിൽ എന്ത് വേണം? ലോക്പാൽ വേണം, ലോകായുക്ത വേണം എന്ന് നിർദ്ദേശിച്ചു എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ട് സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ അല്ലെ? അണ്ണാ ഹസാരെ മഹാരാഷ്ട്രക്കാരനാണ്. അണ്ണാ ഹസാരെ ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രക്കാരനാണ്. അദ്ദേഹമാണ് ഇന്ത്യയിൽ ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. ഇനി ലോക്പാൽ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1968 ആണ്. ഏത് വർഷമാണ്? 1968. അപ്പൊ നമ്മൾ പഠിച്ച വർഷങ്ങളൊക്കെ നോക്കണേ. 1963 പഠിച്ചായിരുന്നോ? 1963 പഠിച്ചില്ലേ? പദം ആദ്യം ഉപയോഗിച്ചത് LM സിംഗ്വി അല്ലെ? വീണ്ടും നമ്മൾ പോയത് 66 ആര് നിർദ്ദേശിച്ചു? മൊറാർജി ദേശായിയുടെ അധ്യക്ഷതയിലുള്ള ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിച്ചു ഇന്ത്യയിൽ എന്ത് വേണം? ലോക്പാലും ലോകായുക്തയും വേണം അല്ലെ? എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം 1968. വർഷം 1968. ഇനി ആരാ അവതരിപ്പിച്ചതെന്ന് അറിയണ്ടേ? ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് ശാന്തി ഭൂഷൺ. ആരാടെ? ശാന്തി ഭൂഷൺ ആണ് ആദ്യമായിട്ട് ലോക്പാൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. തിരിഞ്ഞു പോകരുത്. പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി LM സിംഗ്വി. എന്നാൽ ലോക്പാൽ ബിൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ശാന്തി ഭൂഷൺ ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. ലോക്പാലിന്റെ മുദ്രാവാക്യം നോക്കടേ. മാ ഗൃത കസ്യ സിദ്ധനം. മാ ഗൃത കസ്യ സിദ്ധനം. ഇവിടെ ഈശോപാസ്യോ ഉപനിഷത്തിൽ നിന്നുമാണ് ലോക്പാലിന്റെ മുദ്രാവാക്യമായ മാ ഗൃത കസ്യ സിദ്ധനം എന്ന ഈ മുദ്രാവാക്യം എടുത്തിട്ടുള്ളത്. അപ്പൊ എവിടുന്ന എടുത്തത്? ഈശോപാസ്യോ, ഏറ്റവും വലിയ ഉപനിഷത്ത്. ജസ്റ്റ് ഓർത്താ മതി. ബൃഹദാരണ്യ ഉപനിഷത്താണ്. ബൃഹത്ത് എന്ന രീതിയിൽ നിങ്ങൾക്ക് വലുതെന്ന് ഓർക്കാം കേട്ടോ. ബൃഹദാരണ്യ ഉപനിഷത്ത് അല്ലെ? ഏറ്റവും ചെറിയ ഉപനിഷത്തിന്റെ പേരാണ് ഈശോപാസ്യോ ഉപനിഷത്ത്. ഏറ്റവും ചെറിയ ഉപനിഷത്താണ് ഈശോപാസ്യോ ഉപനിഷത്ത്. അതിൽ നിന്നാണ് ലോക്പാലിന്റെ മുദ്രാവാക്യം മാ ഗൃത കസ്യ സിദ്ധനം എന്ന മുദ്രാവാക്യം എടുത്തിട്ടുള്ളത്. ഓക്കെയാണ്. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയി. ഇനി ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര് പിടിച്ചോണം. ഇവിടെ പ്രശാന്ത് മിത്രയാണ്. ആരാണ്? ലോക്പാലിന്റെ ഈ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് പ്രശാന്ത് മിത്ര. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ആദ്യം പദം കൊണ്ടുവന്ന വ്യക്തിയെ കൊണ്ടുവരണം. പദം ആദ്യം ഉപയോഗിച്ച വ്യക്തി LM സിംഗ്വിയാണ്. ഇനി ഇതിന് നിർദ്ദേശം നൽകിയ ഭരണപരിഷ്കാര കമ്മീഷൻ, അതിന്റെ അധ്യക്ഷൻ ആരാ? മൊറാർജി ദേശായി. രണ്ടാമത്തെ വ്യക്തി കിട്ടി. ഇനി ലോക്പാൽ ബിൽ ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി അതാരാ? ശാന്തി ഭൂഷൺ. ഇനി ലോക്പാൽ ബില്ല് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി മഹാരാഷ്ട്രക്കാരനായ അണ്ണാ ഹസാരെ. ഇനി ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ആര്?
പ്രശാന്ത് മിത്ര. ആരാണ്? പ്രശാന്ത് മിത്ര. ഇനി നോക്ക്, 1969 ഓഗസ്റ്റ് മാസം 20 ലോക്പാൽ ബില്ല് ലോക്സഭ പാസ്സാക്കി. എന്നാൽ ഇത് എവിടെ പാസ്സായില്ലേ? രാജ്യസഭയിൽ പാസ്സായില്ല. മനസ്സിലായോ? അപ്പൊ 1969 ഓഗസ്റ്റ് 20 ലോക്പാൽ ബില്ല് ലോക്സഭ പാസ്സാക്കിയെങ്കിൽ പോലും ആര് പാസ്സാക്കിയില്ല? രാജ്യസഭ പാസ്സാക്കിയില്ല. രാജ്യസഭ ഇതിലൂടെ പാസ്സായില്ല. പിന്നെ പല വർഷങ്ങളിലും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്പാൽ ബിൽ രാജ്യസഭ പാസ്സാക്കിയ വർഷം 2013 ഡിസംബർ 17 2013 ഡിസംബർ 17 ലോക്പാൽ ബിൽ രാജ്യസഭ എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. ഡിസംബർ 17 രാജ്യസഭ പാസ്സാക്കിയെങ്കിൽ 2013 ഡിസംബർ 18 2013 ഡിസംബർ 17 രാജ്യസഭയും 2013 ഡിസംബർ 18 ആരും പാസ്സാക്കിയടെ? നമ്മുടെ ലോക്സഭയും പാസ്സാക്കി. വളരെ വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഒന്ന് ഉറപ്പിച്ചു പിടിച്ച്. ലോക്പാൽ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2013 ഡിസംബർ 17. ലോക്പാൽ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2013 ഡിസംബർ 18. നോക്ക്, PSC പലപ്പോഴും പഴയ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ അന്ന് കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിച്ച് തള്ളിയ ചോദ്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് ചോദിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ WCPയുടെ പരീക്ഷ. അല്ലെ, കുറച്ച് പഴയതൊക്കെ എടുത്തിട്ട് അത് പണ്ട് സമയങ്ങളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പഠിച്ച പല ചോദ്യങ്ങളും WCPയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡേറ്റ് ഒക്കെ കറണ്ട് അഫയേഴ്സ് എന്ന് മാത്രമല്ല, നമ്മൾ എന്താണ് ഒരു ചരിത്രത്തിന്റെ ഭാഗമായ ഡേറ്റുകളാണ്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ PSC എടുത്ത് ചോദിക്കാം. അപ്പൊ പഠിച്ചോണം. ലോക്പാൽ ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2013 ഡിസംബർ 17. ലോക്പാൽ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2013 ഡിസംബർ 18. അപ്പൊ രാജ്യസഭയാണ് ആദ്യം 2013 പാസ്സാക്കിയത് എന്ന് ഓർത്തോണം. ആദ്യം 1969 എന്ത് ചെയ്തിട്ടുണ്ട്? ലോക്സഭയൊന്ന് പാസ്സാക്കിയെങ്കിൽ പോലും രാജ്യസഭ പാസ്സാക്കിയില്ല. പിന്നെ പല വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലോക്പാൽ ബിൽ പാർലമെന്റിൽ വരികയും എന്നാൽ എന്ത് ചെയ്തിട്ടില്ല? രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് പാസ്സാക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ എന്നാ പാസ്സായെന്ന് കിട്ടിയോ? 2013 ഡിസംബർ 17, 2013 ഡിസംബർ 18. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതി എന്നാണ് അംഗീകാരം നൽകിയത് 2014 ജനുവരി 1. അപ്പൊ 2013 ഡിസംബർ 17, 18 കഴിഞ്ഞാൽ 2014 ജനുവരി 1 ലോക്സഭാ ബില്ലിന് ആര് അംഗീകാരം നൽകി? നമ്മുടെ രാഷ്ട്രപതി അംഗീകാരം നൽകി. ഇനി നിങ്ങൾ നേരത്തെ ഓർത്തോണം, നേരെ പഠിച്ചോണം. ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളാണ് സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ ശിവസേന. സമാജ്വാദി പാർട്ടിയും ശിവസേനയും ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ഇത്രയും പോയിന്റ് ഓക്കെയാണ്. ലോക്പാല് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന സ്ഥാപനമാണ്. ലോക്പാല് സംസ്ഥാന തലത്തിലാണെങ്കിൽ അത് ലോകായുക്തയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ലോക്പാൽ എന്ന പദത്തിന്റെ അർത്ഥം ജനങ്ങളുടെ സംരക്ഷകൻ എന്നാണ്. ലോക്പാൽ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് അത് ആരാണ്? LM സിംഗ്വിയാണ്, അല്ലെ? ഇനി ലോക്പാൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1966 ആരാണ്? ശാന്തി ഭൂഷണാണ്. ലോക്പാൽ ബിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച വ്യക്തിയുടെ പേര് അണ്ണാ ഹസാരെ, അല്ലെ? ഇനി ലോക്പാലിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ആര്? പ്രശാന്ത് മിത്ര. അതുപോലെ ഓർത്തു വെച്ചോണം, എന്താണ് ലോക്പാലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? മാഗൃത, ഞാനോ മറന്നുപോയല്ലോ, മാഗൃത എന്ത് സിദ്ധനമാണ് ഒന്ന് പറയൂ? മാഗൃത കസ്യസിദ്ധനം. ഓക്കെ, വെരി ഗുഡ്. ഞാൻ എന്റെ മനസ്സിൽ പോയി. മാഗൃത കസ്യ സിദ്ധനം എന്ന മുദ്രാവാക്യം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഈശോപാസ്യോ ഉപനിഷത്ത്, ഏറ്റവും ചെറിയ ഉപനിഷത്തായ ഈശോപാസ്യോ ഉപനിഷത്ത്. അത് സെറ്റല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നിരാഹാരം അനുഷ്ഠിച്ച മഹാരാഷ്ട്രക്കാരനായ അണ്ണാ ഹസാരെ. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരാണ് ഇന്ത്യ എഗനിസ്റ്റ് കറപ്ഷൻ അല്ലെങ്കിൽ ജനതന്ത്ര മോർച്ച. രണ്ടും പഠിച്ചു വെച്ചോണം. ഇന്ത്യ എഗനിസ്റ്റ് കറപ്ഷൻ അല്ലെങ്കിൽ ജനതന്ത്ര മോർച്ച എന്ന സംഘടന ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അണ്ണാ ഹസാരെ. നിങ്ങൾക്ക് മനസ്സിലാവും. കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലോക്പാൽ വരണം. അതിനുവേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി അണ്ണാ ഹസാരെ. അപ്പൊ അദ്ദേഹത്തിന്റെ സംഘടനയാണ് ഇത് ഇന്ത്യ അഗനിസ്റ്റ് കറപ്ഷൻ, ജനതന്ത്ര മോർച്ച. സെറ്റാണ്, ക്ലിയർ ആണ്. അടുത്ത ലോക്പാലിലെ അംഗങ്ങളുടെ എണ്ണം. ചെയർമാൻ സഹിതം എത്ര പേരുണ്ട്? 9 അംഗങ്ങളുണ്ട്. എത്ര അംഗങ്ങളുണ്ട്? 9. ഓർത്തു വെച്ചോണം,
ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട്? ആകെ 9 പേര്. അതിനകത്ത് ആരും ഉൾപ്പെടുവിടെ? ചെയർമാനും കൂടി ഉൾപ്പെടുന്നതാണ് 9 പേരിനകത്ത്. ഇനി ലോക്പാലിൽ അംഗമാകാൻ വേണ്ട ഏറ്റവും 35 എന്ന് ഓർത്തോണം. ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എത്ര വയസ്സാണ്? 45 വയസ്സാണ്. ഇനി അവരുടെ കാലാവധി നോക്കണേ. 5 വർഷം 70 വയസ്സ്. 5 വർഷം 70 വയസ്സാണ് ആരുടെ കാലാവധി എന്ന് പറയുന്നത്? ലോക്പാൽ ചെയർപേഴ്സന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി. അപ്പൊ കുറഞ്ഞ പ്രായം 45 വയസ്സ്. 45 വയസ്സ് അല്ലെ? ഇനി ആകെ എത്ര അംഗങ്ങൾ ഉണ്ടാകും? ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങൾ. അവരുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. അതല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം അതായിരിക്കും അവരുടെ കാലാവധി അല്ലെ? ഓക്കെ ആണേ. അടുത്തത് ലോക്പാൽ ചെയർമാന്റെ യോഗ്യത എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കാം. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. അതല്ലെങ്കിൽ പൊതുസമ്മതനും 25 വർഷത്തിൽ കൂടുതൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അസാധാരണ മികവ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയും ആയിരിക്കണം. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു വ്യക്തി റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സെലക്ഷൻ സമിതിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ ഇവരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഒരു സെലക്ഷൻ സമിതിയാണ്. നമ്മൾ താഴോട്ട് കാണുന്നുണ്ട്, സെലക്ഷൻ സമിതിയാണ്. ഓക്കെ. ഇനി റിസർവേഷൻ നോക്കണേ. ലോക്പാലിൽ 50% ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ലോക്പാലിൽ ആകെ അംഗങ്ങളുടെ 50% ആരായിരിക്കണം? അവിടെ ജുഡീഷ്യൽ അംഗങ്ങൾ ആയിരിക്കണം. അടുത്തത് SC ST OBC ന്യൂനപക്ഷ അംഗങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ എത്ര ശതമാനം? 50% കുറയാതെ ഉണ്ടായിരിക്കണം. അപ്പൊ 50% എങ്ങനെയുള്ളവരായിരിക്കണം? ജുഡീഷ്യൽ ഓഫീസിൽ നിന്നുള്ളവരായിരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 50% കുറയാതെ SC ST OBC ന്യൂനപക്ഷ അംഗങ്ങൾ അല്ലെങ്കിൽ വനിതാ അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ ആണോ? സെറ്റാണ്. ഇനി അടുത്തൊരു പോയിന്റ് ആയിട്ട് പഠിക്കണം. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ 2/3 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. 2 പോയിന്റ് നമ്മളവിടെ പഠിച്ചു. ലോക്പാലിന് പ്രധാനമന്ത്രിക്കെതിരെ വരെ അന്വേഷണം നടത്താനുള്ള എന്തിന്റെ അധികാരമുണ്ട്. അത്തരത്തിൽ അവർക്ക് അന്വേഷിക്കണമെങ്കിൽ 2/3 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? പോയിന്റുകൾ ഓക്കെ ആണോ? ഇവിടുത്തെ റിസർവേഷൻ ഒന്നുകൂടെ നോക്ക്. 50% ജുഡീഷ്യൽ അംഗങ്ങൾ, SC ST OBC ന്യൂനപക്ഷ അംഗങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ 50%-ൽ കുറയാൻ പാടില്ല. വീണ്ടും നമ്മൾ ഓർത്തൊരു പോയിന്റ്, പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ 2/3 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ഒരു സെലക്ഷൻ സമിതിയാണ്. ആ സെലക്ഷൻ സമിതിയിൽ 5 പേര്. സെലക്ഷൻ സമിതി എത്ര പേര്? 5 പേര്. അപ്പൊ ലോക്പാലിൽ എത്ര പേരുടെ? 9 പേര്. എത്ര പേരാ? 9. അവരെ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ സമിതി. ആ സെലക്ഷൻ സമിതിയിൽ എത്ര പേരാ? 5 പേരാണ് സെലക്ഷൻ സമിതിയിൽ ഉള്ളത്. ഓക്കെ. അത് ആരൊക്കെയാണ്? ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രിയാണ്. ഒന്നാമത്തെ ആൾ ആരാ? പ്രധാനമന്ത്രി. രണ്ടാമത്തെ ആള് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് അല്ലെ? അടുത്ത ആള് ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത ആളാണ് ലോക്സഭാ സ്പീക്കർ. അടുത്ത ആള് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി. ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി നമ്മുടെ സെലക്ഷൻ സമിതിയിലെ ഒരു അംഗമായിരിക്കും. ലാസ്റ്റ് വൺ, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമ വിദഗ്ധൻ ഏതിനകത്ത് അംഗമാണ്? നമ്മുടെ സെലക്ഷൻ സമിതിയിൽ അംഗമാണ്. 5 പേരെന്ന് പഠിച്ചേ. 1 പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ രാഷ്ട്രപതിയോ നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ തന്നെ ഒരു സിറ്റിംഗ് ജഡ്ജി, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമ വിദഗ്ധൻ. 5 അംഗങ്ങളെ ഓർത്തോണേ. അവിടുന്ന് ചോദ്യം ഇടാനുള്ള ഒരു മേഖലയാണ്, ചോദ്യം ഇടാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം തന്നിരിക്കുന്നതിൽ എന്താണ്? സെലക്ഷൻ സമിതിയിൽ, അതായത് ലോക്പാലിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ സമിതിയിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര് എന്ന രീതിയിൽ ഒരു ചോദ്യം വരാം. ഓർത്തോണം. പ്രധാനമന്ത്രി ഉണ്ട്. പിന്നെ ആരാണ്? നമ്മുടെ പ്രതിപക്ഷ നേതാവുണ്ട്.
അതുപോലെ ലോക്സഭാ സ്പീക്കർ ഉണ്ട് അല്ലെ, ലോക്സഭാ സ്പീക്കറേ ഉള്ളൂ, രാജ്യസഭയില്ല. ലോക്സഭാ സ്പീക്കർ ഉണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജി ഉണ്ട്, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമ വിദഗ്ധൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത് 2019 മാർച്ച് 19-നാണ്. 2019 മാർച്ച് 19-നാണ് ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി 2019 മാർച്ച് 19 നിയമിച്ചു. ആരായിരുന്നു അത്? പിനാക്കി ചന്ദ്രഘോഷ്. ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ് ആണ് ചെയർപേഴ്സൺ, പിനാക്കി ചന്ദ്രഘോഷ്. ഓക്കെ, ഇനി നമുക്ക് നിലവിലാണല്ലേ നോക്കാം. AM ഖാൻ വിൽക്കർ ആണ് കേട്ടോ. നിലവിലെ ജസ്റ്റിസ് AM ഖാൻ വിൽക്കർ ആണ് നിലവിലെ ലോക്പാലിന്റെ അധ്യക്ഷൻ എന്ന് ഓർക്കണം. ഓക്കെ, 2024 മാർച്ച് 10-ാം എന്ത് ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത്. പേര് AM ഖാൻ വിൽക്കർ. ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയടേ, AM ഖാൻ വിൽക്കർ. അപ്പൊ 2 ചോദ്യം അവിടെ പഠിച്ചു. ആദ്യത്തെ ലോക്പാൽ 2019 മാർച്ച് 19-ന് പ്രഥമ ലോക്പാലായിട്ട് പിനാക്കി ചന്ദ്രഘോഷിനെ നമ്മുടെ രാഷ്ട്രപതി നിയമിച്ചു. നിലവിൽ ആരാണ്? 2024 മാർച്ച് മാസം 10-ാം തീയതി AM ഖാൻ ആണ്. നമ്മൾ ലോകായുക്തയിലേക്ക് പോവുകയാണ്. ലോകായുക്തയെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. അപ്പൊ ലോക്പാലിനെ നിയമിക്കുന്ന ആരാ? രാഷ്ട്രപതിയാണ്. അവരെ സെലക്ട് ചെയ്യുന്ന ആര്? സെലക്ഷൻ കമ്മിറ്റി, സെലക്ഷൻ സമിതി. നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ലോകായുക്ത സംസ്ഥാന തലമാണ്. സംസ്ഥാന തലമാകുമ്പോൾ രാഷ്ട്രപതിക്ക് സമാനനായി ആരിവിടെ വരും? ഗവർണർ വരും അല്ലെ, ഗവർണർ. ഓക്കെ, നോക്ക്, അവിടെ ഒരു പോയിന്റ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം എപ്പോഴും ഗവർണർ എന്താണ്? മുഖ്യമന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്തായിരിക്കും കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഇനി ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മനസ്സിലായി? സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഇതാണ് ലോകായുക്ത. ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. നേരെ നമ്മൾ താഴേക്ക് വരുന്നു. അടുത്ത പോയിന്റ്, ഉപലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഹൈക്കോടതി ജഡ്ജി. അപ്പൊ മെത്തേഡ് നമ്മൾ പറയുന്നത് സുപ്രീം കോടതിയിലെ എന്താണ് ജഡ്ജിയോ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. അതല്ല എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്നല്ല, ഉപലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ആരായാ മതിയുടെ? ജഡ്ജി ആയാ മതി. ഓക്കെ, ഇനി ലോകായുക്തയെ നിയമിക്കുന്നതിന് മുമ്പ് ഗവർണർ, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിയാലോചന നടത്തുന്നു. ഒന്നുമില്ല, നമ്മൾ മേളിൽ കണ്ടു, അവിടെ ഒരു സെലക്ഷൻ സമിതി ഉണ്ട്. ആ സെലക്ഷൻ സമിതിയിൽ ആരൊക്കെ വന്ന്? പ്രധാനമന്ത്രി വന്നു, ലോക്സഭാ സ്പീക്കർ വന്നു, പ്രതിപക്ഷ നേതാവ് വന്നു. പിന്നീട് അവർ 2 ടീമൂടെ അവിടെ വന്നിരുന്നു. ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അതുമല്ലെങ്കിൽ ആരോ നമ്മുടെ പ്രസിഡന്റോ നാമനിർദ്ദേശം ചെയ്യുന്ന അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സിറ്റിംഗ് ജഡ്ജി വന്നു. അതുപോലെ തന്നെ ഒരു നിയമവിദഗ്ധൻ, ആര് പറയുന്ന? രാഷ്ട്രപതി പറയുന്ന ഒരു നിയമവിദഗ്ധൻ വന്നു. ഇവിടെ ആരൊക്കെ തമ്മിൽ കൂടിയാലോചിക്കും? ഗവർണർ, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭ പ്രതിപക്ഷ നേതാവ് എന്നിവർ ചർച്ച നടത്തിയ ശേഷമാണ് ആരെ നിയമിക്കുന്നത്? ലോകായുക്തയെ നിയമിക്കുന്നത്. അപ്പൊ ആരാ ലോകായുക്തയെ നിയമിക്കുന്നത്? ഗവർണർ. ആരുമായി ചർച്ച ചെയ്യുന്നുണ്ട്? മുഖ്യമന്ത്രിയുമായി. സെറ്റ്. കാലാവധി നോക്കണേ. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി 5 വർഷം. എത്ര വർഷമാണ്? 5 വർഷമാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി എത്ര വർഷമാണ് എന്ന് ചോദിച്ചാൽ 5 വർഷം. മേളിൽ നമ്മൾ കണ്ടു അവരുടെ കാലാവധി 5 വർഷം. അതല്ലെങ്കിൽ എത്ര വയസ്സാണ്? 70 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇനി ലോകായുക്ത അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കായിരിക്കും? അവരെ നിയമിച്ച ഗവർണർക്കാണ് അവരെന്ത് കൊടുക്കുന്നത്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. ഇവരുടെ ശമ്പളം ചോദിച്ചാൽ നോക്കണേ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും തുല്യമായ ശമ്പളമാണ് ലോകായുക്തയുടെ ശമ്പളം. ഉപലോകായുക്തയുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജി. അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട. കാരണം ലോകായുക്ത ആകണമെങ്കിൽ ഒന്നുകിൽ ആരാകണം? സുപ്രീം കോടതി ജഡ്ജി ആവണം, അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവണം. ഇവരുടെ രണ്ടുപേരുടെ ശമ്പളം ഒന്ന് തന്നെ അല്ലേടെ? ആണ്. ഇനി ഉപലോകായുക്ത ആകണമെങ്കിൽ അവിടെ യോഗ്യത എന്താ? ഹൈക്കോടതി ജഡ്ജി ആവണം. അപ്പൊ ഉപലോകായുക്തയുടെ ശമ്പളം ഏത് തന്നെ ആയിരിക്കും? ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമായിരിക്കും. സെറ്റ്. ഇനി നോക്കണേ, സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർക്കുള്ള ശമ്പളവും
മറ്റാനുകൂല്യങ്ങളും നൽകുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചേക്കല്ലേടെ. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് അല്ലെ. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ വരവ് ചെലവാണ് എവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ മിക്കവാറും എല്ലാവർക്കും ഇപ്പൊ പ്രസിഡന്റ് ശമ്പളം കൊടുക്കുന്നത്, അങ്ങനെ ശമ്പളങ്ങളൊക്കെ എവിടുന്നാ പോകുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചു കൊടുക്കുക. ഓക്കെ, സെറ്റ്. അടുത്ത് നമുക്ക് നോക്കാം. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്ക് മുന്നിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ പഠിക്കാം, നിയമിക്കുന്നതും ഗവർണർ, രാജി സമർപ്പിക്കേണ്ടതും ആരുടെ മുന്നിലാണ്? ഗവർണർക്ക് മുന്നിലാണ്. ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോണം. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നിയമസഭയ്ക്കാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കാണ്. ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. ഓർത്തോണം, നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. 1970 ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. എന്നാൽ ആദ്യമായി ലോകായുക്തയെ നിയമിച്ച സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. തിരിഞ്ഞു പോകരുത്. നിയമം പാസാക്കിയത് ഒഡീഷ. എന്നാ വർഷം? 1970. ഇനി ആദ്യ എന്താണ് നിയമിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. 1971 നിയമിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ, ലോകായുക്ത നിയമിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര 1971. 1971 അല്ലെ. അല്ലെ നോക്കണേ, ഇതിനൊക്കെ വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാ? അണ്ണാ ഹസാരെ. ഏത് സംസ്ഥാനക്കാരനാ? മഹാരാഷ്ട്രക്കാരനാണ്. അങ്ങനെ നിങ്ങൾ പഠിച്ചോണം. ലോകായുക്തയെ നിയമിച്ചത് മഹാരാഷ്ട്ര. പക്ഷെ ആദ്യം ആര് നിയമം പാസാക്കി? കേരള ലോകായുക്ത നിയമം നിലവിൽ വരുന്നത് 1998 നവംബർ 15 മുൻകാല പ്രാബല്യത്തോടെ. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണ്? PC ബാലകൃഷ്ണൻ. ആരാണ്? PC ബാലകൃഷ്ണ മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത. കേരളത്തിലെ നിലവിലെ ലോകായുക്തയാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് N അനിൽകുമാർ. ജസ്റ്റിസ് N അനിൽകുമാറാണ് കേരളത്തിലെ നിലവിലെ ആദ്യ ലോകായുക്ത. ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നു? ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നു? പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു. നിലവിലെ ലോക്പാൽ ആരാണ്? ഖാൻവിൽക്കർ. ജസ്റ്റിസ് ഖാൻവിൽക്കർ ആണ് നിലവിൽ കേട്ടോ. 2024 അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്ത്. 2024 പോസ്റ്റ് ചെയ്ത്. അടുത്ത ഒറ്റ ഭാഗം പറഞ്ഞ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ലോക് അദാലത്ത് എന്താണ്? ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്താണ്? അദാലത്ത് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അല്ലെ. അദാലത്തുകളിൽ എന്താണ് സംഭവിക്കുന്നത്? തീർപ്പാക്കലുകളാണ് അല്ലെ. ആളുകളെ ഈ പെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യുകയാണ്? തീർപ്പാക്കുന്ന ഒരു സംവിധാനമാണ് അദാലത്ത്. അപ്പൊ ലോക് അദാലത്ത് എന്താണ്? വാദിയെയും പ്രതിയെയും കോടതിയിൽ വിളിച്ചു വരുത്തി പരസ്പര സമ്മതത്തോടെ കേസുകൾ തീർപ്പാക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. അപ്പൊ തീർപ്പാക്കലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ് ഓർത്തോ. പീപ്പിൾസ് കോർട്ട് എന്നറിയപ്പെടുന്നത് ലോക് അദാലത്തിനെയാണ് കേട്ടോ. പീപ്പിൾസ് കോർട്ട് എന്നറിയപ്പെടുന്നതിനെയാണ് ലോക് അദാലത്തിനെയാണ് എന്തറിയപ്പെടുന്നത്? പീപ്പിൾസ് കോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി ലോക് അദാലത്തിന്റെ ലക്ഷ്യങ്ങൾ: 1. കേസുകൾ കഴിയുന്നത്ര വേഗത്തിൽ തീർപ്പാക്കുക. 2. കാലതാമസം ഒഴിവാക്കുക. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുക. മനസ്സിലായില്ലേ? അപ്പൊ കോടതിയിലാവുമ്പോൾ നോർമൽ കേസുകൾക്കൊപ്പം ഇതൂടെ പോവുകയാണെങ്കിൽ കുറെ ടൈം എടുക്കും തീരാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാവുമ്പോൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പം എന്ത് ചെയ്യുക? കേസുകൾ വേഗം തീർപ്പാക്കുക. അങ്ങനെ വേഗം തീർപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അതിന്റെ കാലതാമസം അവിടെ ഒഴിവായി കിട്ടുന്നതാണ്. ഇതാണ് എന്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ലോക് അദാലത്തിന്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായ? ഇനി ലോക് അദാലത്തിന്റെ തീരുമാനങ്ങൾക്കെതിരായി അപ്പീൽ നൽകാൻ കഴിയത്തില്ല. ഇങ്ങനൊരു പോയിന്റ് നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എവിടാ നിങ്ങൾ പറയാം? ഞാൻ ഒരു സുപ്രധാന നിയമം പഠിച്ചത്. ഇങ്ങനൊരു നിയമം ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലാണ് അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 5-ാം അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള മധ്യസ്ഥത അല്ലേടെ. മധ്യസ്ഥതയിലൂടെ ഒരു കേസ് അവിടെ തീർപ്പാക്കിയ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? അപ്പീലിന് പോകാൻ പാടില്ല എന്നല്ലേ നമ്മൾ അവിടെ പഠിച്ചത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ അല്ലേടെ പഠിച്ചത് നിങ്ങൾ? അല്ല, ഇന്നലെ അല്ലേ നിങ്ങൾ റിവൈസ് ചെയ്തത്? ഓർമ്മയില്ലേടെ നിങ്ങൾക്ക്? യെസ്, ലോക് അദാലത്തിന്റെ തീരുമാനങ്ങൾക്കെതിരായി അപ്പീൽ നൽകാൻ കഴിയില്ല. ഇനി ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത്. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി
സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരം. അപ്പൊ ഇന്ത്യയിൽ എവിടെ? രാജസ്ഥാൻ അല്ലെ. ദക്ഷിണേന്ത്യയിൽ ആദ്യം എവിടെയാണ്? തിരുവനന്തപുരത്താണ് എന്ത് വന്നത്? ഈ പറഞ്ഞ ലോക് അദാലത്ത് നിലവിൽ വന്നത്. സ്ഥിരം ലോക് അദാലത്ത് ദക്ഷിണേന്ത്യയിൽ ആദ്യം വന്നത് എവിടെയാണെന്ന് ഓർത്തോണം? തിരുവനന്തപുരത്താണ് എന്ന് ഓർത്തോണം. ടോപ്പിക് സെറ്റ് ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മുടെ സേവനാവകാശ നിയമം, ലോക്പാല്, ലോകായുക്ത. ഓക്കെ അല്ലേടെ?